എടാ ചെയ്യാ ഈ പെണ്ണിനെ കൂടി നിന്റെ അന്നതിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ വീടിന്റെ പടി ഞാൻ ചവിട്ടത്തില്ല, മനസ്സിലായേ? എടാ ഈ കൊച്ചു കൊള്ളാം, ഇതിനെ അവൻ കെട്ടും. കഴിഞ്ഞ 10 തവണ നീ ഇത് തന്നെ പറഞ്ഞത്. നിന്റെ വാക്കും കേട്ട് പെണ്ണാണ് സെറ്റാക്കി വരുമ്പോ നിന്റെ അനന്തരം ഇഷ്ടപ്പെട്ടില്ല. ഇനി അത് പറ്റത്തില്ല. അവന്റെ സമ്മതം വാങ്ങിയിട്ട് അത് ബാക്കിയല്ല. എടാ ഇനി അങ്ങനൊന്നും ഉണ്ടാവത്തില്ല. നീ അഥവാ അവന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ ഞാൻ കെട്ടും. ഞാനിതങ്ങ് ഉറപ്പിക്കുമെന്ന്. അല്ല, ഉറപ്പിച്ചിട്ട് എടാ കെട്ടായി കഴിയുമ്പോൾ തന്നെ അങ്ങ് ശരിയായിക്കോളും. നമ്മളിവിടെ സംസാരിക്കുന്നേ ഒരു പെണ്ണിനെ കെട്ടിച്ചേണ്ടുന്ന കാര്യം, അല്ലാണ്ട് ഫൈറ്റർ മീനെ എണ്ണയെ ചേർക്കുന്ന കാര്യമല്ല. അല്ല, നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ആയ കാലത്ത് പെണ്ണ് കിട്ടിയിരുന്നില്ലേ ഇമാതിരി വർത്താനം നീ പറയില്ലായിരുന്നല്ലോ. പെണ്ണ് കെട്ടാൻ ഇഷ്ടമില്ലായിട്ടൊന്നും അല്ലല്ലോ. എത്ര നല്ല ആലോചനകളും എന്താ. അമ്പാടിയും കിച്ചുവിനെയും ശ്രീകുട്ടിയും വേറെ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കാമെങ്കിൽ അവരെല്ലാം കെട്ടാൻ റെഡിയായിരുന്നു. എൻ്റെ ചേച്ചി കണ്ണടയ്ക്കുന്നതിന് മുമ്പ് എൻ്റെ കൈകളിൽ പിടിച്ച് ഏൽപ്പിച്ച അവരെ വിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട. നീ അത് വിട്. നീ ആ ഫോട്ടോ അവനെ കാണിക്ക്. അവനല്ലേ കെട്ടേണ്ടത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാര്യങ്ങൾ നീക്കാമല്ലോ. അമ്പാടി കണ്ണാ മോനെ. എടാ കിച്ചുവേ, ആ അമ്പാടി എന്തിടാ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അകത്തോട്ട് പോയി കാണും. അകത്തില്ലടാ. ശേ, ഈ ചെറുക്കൻ എവിടെ പോയി കിടക്കുവോ? വാ പോയി. ചേട്ടാ, നല്ല ഏതെങ്കിലും ആലോചന ആയിരിക്കേ. ചേട്ടന് കെട്ടിക്കൂടി? നല്ലതാണെ നീ കെട്ടടാ. എനിക്ക് കെട്ടണ്ട. കെട്ടണ്ടല്ലോ. അതുപോലെ എനിക്കും കെട്ടണ്ട. ഞാൻ കെട്ടാതെ എനിക്ക് കെട്ടാനുള്ള മെച്യൂരിറ്റി ആകാത്തോണ്ടാ. കല്യാണ പ്രായ ചേട്ടൻ എന്താ കെട്ടാത്തെ? ചേട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തോന്ന് പ്രശ്നം? പോളെടുക്കാം. എന്റെ പ്രൊഫഷനുമായിട്ട് സിങ്ക് ആയ ഒരു കൊച്ചിനെ കിട്ടാത്തോണ്ടല്ലേ. പ്രൊഫഷന് പറ്റിയ ആൾക്കാരെയാണല്ലോ അയാൾ കൊണ്ടുവരാറ്. അതെ, എന്നാലും ലൗകിക ജീവിതമേ താല്പര്യമില്ലെന്ന് പറഞ്ഞേക്കല്ലേ. അങ്ങനൊന്നുമല്ല, നല്ല താല്പര്യ. എന്നാ ചേട്ടാ എന്നോട് പറ, എന്താ കാര്യം? അത് എടാ, എനിക്കൊരു പെൺകൊച്ചിനെ ഇഷ്ടമാണ്. അത് പറ. എന്നാ പിന്നെ ഇത് അമ്മാവനോട് അങ്ങ് പറഞ്ഞാ പോരെ? അമ്മാവൻ സമ്മതിക്കത്തില്ല. അതെന്താ? പെണ്ണ് വേറെ ജാതിയാ. പെണ്ണല്ലേ? പെണ്ണാണ്, വേറെ കാസ്റ്റാണ്. അമ്മാവൻ സമ്മതിക്കുവോ? അതില്ല. വീടിന് മുകളിൽ കൂടി പറഞ്ഞു വന്ന കാക്കയുടെ ജാതി നോക്കുന്ന ആളാ. അതാണ് കാര്യം. ഇപ്പൊ ഞാൻ കെട്ടാത്തതിന്റെ ബ്രോക്കർ. ചേട്ടാ എന്തായി? എല്ലാം ഓക്കെ. നാമ പെണ്ണ് കാണാൻ പോകുന്നു. അല്ല, അപ്പൊ അമ്പാടി ചേട്ടൻ സമ്മതിച്ചോ? അവന്റെ സമ്മതം വേണം ജയം പറഞ്ഞു. എല്ലാം ഒത്തു വന്ന ഇത് നമ്മൾ ഉറപ്പിക്കുന്നു, മനസ്സിലായ? അപ്പൊ റെഡി ആയിട്ട് നാളെ. അയ്യോ ചേട്ടാ കണ്ടല്ലോ, സംഗതി കൈവിട്ട് പോവുകയാണ്. ഈ അമ്മാവന് എന്തോ ഭാവിച്ചാ? എന്റെ കല്യാണത്തിന് എന്റെ സമ്മതം വേണ്ടേ? അമ്മാവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വേറെ വഴി നോക്കുന്നതായിരിക്കും നല്ലത്. വേറെന്ത് വഴി? ആ പെണ്ണ് വിളിച്ചിറങ്ങി വരൂ. ഞാൻ ചില രാത്രികൾ അവളെ പോയി വിളിക്കാറുണ്ട്, അവൾ ഇറങ്ങി വരാറുണ്ട്. അതെ ചേട്ടാ, സീരിയസ് ആയിട്ട് ഊളത്തരം പറയല്ലേ. ഞാൻ ചോദിച്ചാൽ കെട്ടാൻ വിളിച്ച അവൾ ഇറങ്ങി വരുമെന്നു. ഒളിച്ചോടെ വരുമല്ലോ. എന്നാ പിന്നെ എന്തിനു വെച്ച് താമസിക്കുന്നു? വിളിച്ചോണ്ട് വാ. വിളിച്ചിറക്കിയിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും? അമ്മാവൻ എന്തായാലും ഇങ്ങോട്ട് കയറ്റത്തില്ല. എന്നാര് പറഞ്ഞു? ചേട്ടൻ ഒരു പെണ്ണിനെ വിളിച്ചിറക്കി ഈ മുറ്റത്ത് വന്നു നിന്നാ അമ്മാവ് ഇറങ്ങി പോകാൻ പറയൂ? അത്രയ്ക്ക് ക്രൂരനാണോ അമ്മാവൻ? എനിക്കറിയാവുന്ന അമ്മാവൻ വീട് വിട്ട് ഇറങ്ങി വരുന്ന ഒരു പെണ്ണിനെ കൊണ്ട് പെരുവഴിയിലോട്ട് ഇറങ്ങി പോകാൻ പറയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ വിളിച്ചോണ്ട് വരുന്നു. ഇന്ന് തന്നെ? പിന്നല്ലാതെ. നാളെ പെണ്ണ് കാണാൻ പോയി അമ്മാവ് അവിടെ പോയി വാക്കാവല്ലോ കൊടുത്തിട്ട് വന്നാൽ നമ്മൾ നാണം കിടത്തില്ലേ? അതുകൊണ്ട് ഇന്ന് തന്നെ വിളിച്ചോണ്ട് വരണം. നിന്റെ തല എവിടെയെങ്കിലും ഇടിച്ചോ? ഇല്ല. എന്തേ? ഞാൻ കല്യാണം കഴിച്ചാൽ നിനക്ക് ആരെങ്കിലും 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞോ? ഇല്ല. എന്തേ? അല്ല, ഞാനൊരു പ്രശ്നത്തിൽ പെട്ട് നിൽക്കുമ്പോൾ ചോദിക്കാതെ നീ വന്ന് സഹായിക്കുന്നു. എനിക്കെന്തോ വലുത് വരാൻ പോകുന്ന പോലൊരു ഫീല്. ചേട്ടാ, കല്യാണക്കാരിയാണ്. നമ്മുടെ കല്യാണക്കാരിയാണ്. ഒപ്പം ഉണ്ട്. ചേട്ടാ അവളെ വിളിച്ചിട്ട് ഇറങ്ങി വരാൻ പറ. അവളോ? അല്ല, ചേട്ടത്തി അമ്മ. എടാ, പെട്ടെന്ന് വിളിച്ച് അച്ഛനെയും അമ്മയൊക്കെ വിട്ട് ഇറങ്ങി വരാൻ പറയുമ്പോൾ അവൾക്ക് വിഷമാവത്തില്ലടാ. അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇത് നിങ്ങളുടെ ഭാവിയുടെ കാര്യമാണ്. ഇന്ന് എടുക്കേണ്ട തീരുമാനം ഇന്ന് തന്നെ എടുക്കണം. അതെ, പക്ഷെ അവളൊരു തൊട്ടാവാടിയാ. പെട്ടെന്ന് ഈ കാര്യം പറയുമ്പോഴേ വല്ല നിലവിളിക്കോ കരയോ വല്ലതും ചെയ്താൽ പിന്നെ നിർബന്ധിക്കാൻ എന്നോട് പറയരുത്. ഇല്ല, ചേട്ടൻ വിളി. ഹലോ പാത്തു, ഞാനേ ഒരു കാര്യം പറയാൻ വിളിച്ചതാ. ഞാൻ പറയുന്നതേ നീ ഒന്ന് ശാന്തമായിട്ട് കേൾക്കണം. എൻ്റെ വീട്ടിൽ എനിക്ക് വേറെ കല്യാണം ആലോചിക്കാൻ പോവാ. അതുകൊണ്ട് നമുക്ക് കല്യാണം കഴിക്കാം. നീ ഇറങ്ങി വരണം. കരയുന്നു.
പാത്തു പാത്തു വേണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ. അയ്യോ, അമ്പാടി ഇത് എവിടെയാ? ഞാൻ വന്നു, നമുക്ക് പോവാം. അപ്പൊ നീ എന്തിനാ കരഞ്ഞേ? ആരും അറിഞ്ഞോ? അത് പെട്ടെന്ന് ഓടി വന്നപ്പോ കിതച്ചതാ. അയ്യോ, ഞാൻ അവിടെ ഇല്ല. ഒരു 3/4 മണിക്കൂർ എടുക്കും. ഓ, ഇനി ഞാൻ ഇപ്പൊ തിരിച്ചു കയറുന്നോ? ആ, ഞാൻ എന്തായാലും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിരിക്കാം. വേഗം വരണേ. അവൾ ഇറങ്ങി വരുവാന്ന്. ആണോ? എന്നാ ചേട്ടൻ പോയി റെഡിയാവോ, എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഓക്കെ. ഒരാളെ നോക്കുന്നു കണ്ടു. നമ്മളെ അപരിചിതരെ പോലെ പെരുമാറിയാ മതി. ചേട്ടത്തിയോടും വലിയ പരിചയം കാണിക്കണ്ട. എന്തിന്? അല്ലെങ്കിൽ പെണ്ണിനെ കൊണ്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. ഈ മറൈൻ ഡ്രൈവിലോട്ട് പോകുന്ന വഴി ഇതല്ലേ? ഇത് നമ്മൾ അപരിചിതരല്ലേ? സ്ട്രേഞ്ചർ തിങ്സ്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഒരാള് നോക്കുന്നു. ആര്? നീ ആ ബദറുദ്ദീന്റെ മോളല്ലേ? അല്ലെന്ന് പറ. ആ, എന്താ ഇവിടെ? ആരവരൊക്കെ? ഞങ്ങൾ കുറച്ച് അപരിചിതരായ ഫ്രണ്ട്സ് ആണ്. അപരിചിതോ? എന്താ ബാഗ് ആയിട്ട് ഒളിച്ചോട്ടില്ലത്? കാണിച്ചേട്ടാ, ഇവിടെ തന്നെ നിൽക്ക്, കാണിച്ചേരാ നിങ്ങക്ക്. നീ ആ ബദറുദ്ദീന്റെ മോളല്ലേ? എന്താ ഇവിടെ? ആരവരൊക്കെ? ബാഗ് ഉണ്ടല്ലോ, ഒളിച്ചോട്ടാണോ? കാണിച്ചേരാട്ടാ, അവിടെ തന്നെ നിൽക്ക്, കാണിച്ചേരാ. നീ ആ ബദറുദ്ദീന്റെ മോളല്ലേ? അതെ അതെ അതെ. നീ കേറ് 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 കേറ്. ഗ്രൂപ്പിൽ ഇറങ്ങും, വിളിക്കണേ. എന്താ ഇവിടെ? ആരവരൊക്കെ? ബാഗ് ഉണ്ടല്ലോ, ഒളിച്ചോട്ടാ. കാണിച്ചേരാട്ടാ, ഇവിടെ തന്നെ നിൽക്ക്. എനിക്ക് വിറയ്ക്കുന്നു. എവിടെ? എനിക്ക് കൈകാലം വിറയ്ക്കുന്നു. ചേട്ടാ ഇങ്ങനെ പേടിക്കില്ലേ? ഞാൻ എല്ലാം സെറ്റാക്കി തരാൻ പറഞ്ഞല്ലേ? ചേട്ടാ അങ്ങോട്ട് എന്നിട്ട് അമ്മാവ ഒന്ന് നീട്ടി വിളിച്ചേ. ഇറങ്ങ്, സ്റ്റാൻഡേർഡ്. ഇപ്പൊ ഞാൻ വിളിച്ചോണ്ട് വിളിച്ചു നോക്കല്ലേ? അതെ അതെ. മനസ്സിലായി, അവൻ മുങ്ങിയല്ലേ? ആ, അതെങ്ങനെ മനസ്സിലായി? അവനെ എനിക്കറിയത്തില്ലേ, എല്ലാം പ്രഡിക്റ്റബിൾ ആയിരുന്നു. ആമവ ആമവ അമ്പാടി, ഇത് ഏതാണ് ഈ കൊച്ച്? അമ്മാവ ലാഗില്ലാത്ത കാര്യം പറയാം. വിളിച്ചിറക്കൊണ്ട് വന്നതാ. വീട്ടിൽ കേട്ടണം, അനുഗ്രഹിക്കണം. അതെ, ആ? ഇവിടുന്ന് ഇറക്കി വിടാണെങ്കിൽ എന്ത് ചെയ്യും? ഇറക്കി വിടുവാണെങ്കിൽ ഒരു കമ്പൈൻ സ്റ്റഡിക്ക് വന്നാന്ന് പറഞ്ഞ് തിരിച്ചങ്ങ് പോണം. ഒരു ബാഗ് ഡ്രസ്സ് കൊടുത്തോണ്ടാണോ കമ്പൈൻ സ്റ്റഡി? അത് ബുക്ക് എടുത്തപ്പോൾ മാറിപ്പോയെന്നങ്ങ് പറയണം. എൻ്റെ മുക്ക് കള്ളം പറയണമെന്നോ മടി. എന്തായാലും ഇത്ര ആയില്ലേ, കയറി വന്നാട്ടെ. അയ്യോ അമ്മാവ, 2 വിളക്ക് വേണ്ട, ഒരെണ്ണം മതി. അതതിൻ്റെ ഒരു രീതി. അപ്പൊ അതുപോലെ അവരോ? എവര്? എടാ ചതിയാ. അപ്പൊ ഈ വാഴ നനച്ചത് നിന്റെ ആ ചീര നനയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ? ചതിയാന്ന് മാത്രം വിളിക്കല്ലേ, ഞാൻ അത് മുന്നേ റിവീൽ ചെയ്താ. ചേട്ടൻ ശ്രദ്ധിക്കാനിട്ടാ. ചേട്ടൻ ഒന്ന് ഓർത്ത് നോക്കിയേ, ഓർത്ത ഒരു ഡയറക്ടർ ബില്യൻസ് കാണാം. അല്ല, ഞാനൊരു പ്രശ്നത്തിൽ പെട്ട് നിൽക്കുമ്പോൾ ചോദിക്കാതെ നീ വന്ന് സഹായിക്കുന്നു. എനിക്കെന്തോ വലുത് വരാൻ പോകുന്ന പോലൊരു ഫീല്. ചേട്ടാ, കല്യാണക്കാരിയാണ്, നമ്മുടെ കല്യാണക്കാരിയാണ്, നമ്മുടെ കല്യാണക്കാരിയാണ്. ഒപ്പമുണ്ട്, ഒപ്പമുണ്ട്. ഓഹോ. ദേ എന്റെ കൈ കിടക്കുന്നു, കയറി വരുന്ന വേഗം കയറി വാ. ഒരു
അയ്യേ, എന്താ? ഈ വാതിൽ തുറക്കണ ഈ സൗണ്ട് കേട്ടാ എനിക്ക് കോരി തരിക്കും. ആഹാ, അത് എണ്ണയിടാത്തതിൻ്റെയാ. നാളെ ശരിയാക്കാം, വാ. ഇനിയിപ്പോ ഇത് അടയ്ക്കുമ്പോഴും ഇത് സൗണ്ട് കേൾക്കില്ലേ? എന്റെ മൂടൊക്കെ പോകും. അയ്യോ, അങ്ങനെ പോകല്ലേ. ഒരു കാര്യം ചെയ്യ്, താഴെ പോയി ഇച്ചിരി എണ്ണ എടുത്തോണ്ട് പോവാ. ഞാൻ ഇച്ചിരി തുണി കിട്ടുമോ നോക്കട്ടെ, നമുക്ക് ശരിയാക്കാം. ആ, എടാ വെച്ചു, എന്നാ നിനക്കുള്ള 1/2 ഗ്ലാസ് പാല്. എന്താ മാവ, ഞങ്ങൾക്ക് 1/2 ഗ്ലാസ് പാല്, ചേട്ടന് ഫുൾ ഗ്ലാസ് പാല്. എടാ നീ അവൻ്റെ അരയല്ലേ ഉള്ളോ, അര ഊച്ചാ മതി. അല്ല മാവ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുടിക്കണ്ടേ, ഒന്ന് ഫുള്ളാക്കി താ. എടാ ഫുള്ളാക്കി തരാൻ ഇതാണ്ട് ബിവറേജിന്റെ കൗണ്ടറും ഇല്ല മോളെ. എന്തിനാ മോളെ എണ്ണ? അതമ്മാവ ചെറിയൊരു ടൈറ്റ് ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയാ. എന്റെ ഫാമിലി തകിലടിയും ഹമ്പും കൊമ്പും കുഴൽവിളിയും ഒടുവിൽ സ്നേഹപ്പൂത്തിരികത്തും ഫാമിലി. നിങ്ങളുടെ റൂമിലോട്ട് വേണോ? ഞങ്ങൾ ഓക്കെയാ അല്ലേടി? ആ അമ്മാവോയ്, ഞങ്ങൾക്കര മതി. വാടി വാ. അമ്പാടി എണ്ണ ഇട്ടിട്ട് ചെയ്യടോ. എന്റെ ഫാമിലി എന്റെ ഫാമിലി എനിക്ക് കോരി തരിക്കുന്ന എണ്ണ ഇട്ടോ. അത് ടൈറ്റാടാ, എണ്ണ ഇട്ടിട്ട് ചെയ്യ് പ്ലീസ്. എന്റെ ഫാമിലി തകിലടിയും ഹമ്പും